Good morning, girls. Our new chapter is internal control, internal check, and internal audit. So, first, let's see what is internal control. ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് ആൻഡ് എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. അതായത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ മാനേജീരിയൽ കൺട്രോൾ സിസ്റ്റം എന്നാണ് പറയുന്നത്. It covers the whole management system of the organization. That is, internal control system includes both financial and non-financial control measures. So it ensures reliability of accounts, timely presentation of accounting information, and protection of assets. സോ ഇറ്റ് എൻഷ്യൂഴ്സ് എന്താ പറയുക, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് എൻഷ്യൂഴ്സ് അഡ്ഹറൻസ് ടു മാനേജ്മെൻറ്റ് പോളിസീസ് ആൻഡ് compliance with rules and regulations. So the work of an auditor is simplified to a great extent when there is an effective അല്ലെങ്കിൽ ഒരു ഗുഡ് internal control system prevails. അപ്പം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിരിക്കും. കാരണം അത്ര കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. സോ ദ ഓഡിറ്റർ ഇസ് റിലീവ്ഡ് ഫ്രം ക്യാരിയിങ് ഔട്ട് much of the routine works if he is satisfied with the efficiency of internal control system, because internal control system reduces the chances of errors and frauds. So auditors should evaluate the adequacy and efficiency of internal control system prevailing in the organization. So internal control system എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is helpful for the management and also the auditor in achieving goals and targets effectively. So internal control comprises of the plan of the organization and all the coordinate methods and measures adopted within a business to safeguard its asset. Okay, അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താണ്, അതായത് ഒരു എന്താ പറയുക, ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് കണ്ടക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓവറോൾ മാനേജറിയൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് അസറ്റ് സേഫ് ഗാർഡ് ചെയ്യുക, അങ്ങനെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നടത്തുന്ന ഒരു കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഡെഫിനേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോളാണ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇസ് ദ ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോൾ, ഫിനാൻഷ്യൽ ആൻഡ് അതർവൈസ്, എസ്റ്റാബ്ലിഷ്ഡ് ബൈ മാനേജ്മെൻറ്റ് in order to carry on the business of an enterprise in an orderly and efficient manner. അതായത് വളരെ കൃത്യമായിട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അത് ഒരു ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോൾ എക്സസൈസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ആണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആർ ദ ടു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ആസ്പെക്റ്റാണ് ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ ചെക്കും. അപ്പോൾ ഇറ്റ് യൂസസ് ഓൾ ടൈപ്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ controls. Okay, one more definition is given according to Spicer and Pegler. Internal control is best regarded as indicating the whole system of controls. Whole system of controls on a financial and otherwise established by management in the conduct of a business. It includes എന്താണ് internal check, internal audit and other forms of control. സോ ഇത് രണ്ട് ഡെഫിനേഷൻ തന്നെയെങ്കിലും നിങ്ങൾ പഠിച്ച് വെക്കണം. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. എന്താ ഇൻറ്റേർണൽ കൺട്രോൾ? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് comprising the plan of the organization and all the coordinate systems established by the management of an enterprise to achieve management's objective of ensuring, as far as is practical, the orderly and efficient conduct of its business.
ഇൻക്ലൂഡിങ് കണ്ടക്ട് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പം ബിസിനസ് സ്മൂത്തായി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ബൈ സേഫ് ഗാർഡിങ് ഓൾ ദ അസറ്റ്സ്, ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് ടൈംലി പ്രിപ്പറേഷൻ ഓഫ് റിലയബിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, so next we can see what are the features അല്ലെങ്കിൽ characteristics of internal control. So the important the following are the features of internal control system. First one, it is part of മാനേജീരിയൽ കൺട്രോൾ ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് മാനേജീരിയൽ കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ കൺട്രോളിങ് ഫങ്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം മാനേജീരിയൽ കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജ്മെൻറ്റ്. ഓക്കെ, then second feature is it includes financial and non-financial control measures. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്. ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ കൺട്രോൾ മെഷേഴ്സ് ആർ there. Then another feature is it includes all policies and procedures established by the management ഫോർ ദ ഓർഡർലി കണ്ടക്ട് ഓഫ് ദി ബിസിനസ്. അതായത് എല്ലാ തരത്തിലുള്ള നയങ്ങളും പ്രൊസീജിയേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ട്? വളരെ കൃത്യമായിട്ട് ബിസിനസ്, അതായത് ഫോർ ദ ഓർഡർലി കോണ്ടക്ട് ഓഫ് ദ ബിസിനസ് വാട്ട് ഓൾ മെഷേഴ്സ് അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ അഡോപ്റ്റഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി മാനേജ്മെൻറ്റ്. ഓൾ ദിസ് ഇൻക്ലൂഡ്സ് പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഇനി ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു സേഫ് ഗാർഡ് ദ ബിസിനസ് ഫ്രം ലോസസ്, ഫ്രോഡ്സ് ആൻഡ് മാനിപ്പുലേഷൻസ്. ഓക്കെ, അതായത് കള്ളവും ചതിയൊന്നും ഇല്ലാത്ത രീതിയിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള ഒരു കൺട്രോളിങ് സിസ്റ്റമാണ്. ദെൻ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ രണ്ട് ആസ്പെക്ട്സാണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ? ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് internal audit. So these two, internal check and internal audit, are the two important aspects of internal control system. ഇനി ഒരു ഇഫക്റ്റീവ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ അതെന്താണെന്ന് പറയാം, ഇറ്റ് റെഡ്യൂസസ് സ്കോപ്പ് ഫോർ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതേപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആണെങ്കിൽ, എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? വളരെ എന്താ പറയുക, അയാളുടെ വർക്ക് സിമ്പിളാക്കാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം എറേഴ്സും ഫ്രോഡ്സും കുറവായിരിക്കുമല്ലോ. സോ ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ക്യാൻ ഐഡൻറ്റിഫൈ വെദർ ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇസ് എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ്. ഹി ക്യാൻ ഓൾസോ ഗീവ് സജഷൻസ് ടു ദ മാനേജ്മെൻറ്റ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി സെയിം. അതായത് അത്ര ഇഫക്റ്റീവ് അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സജസ്റ്റ് ചെയ്യാനും കൂടെ പറ്റും. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അതായത് സ്കോപ്പ് പറയുകയാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞ് ഇറ്റ് ഹാസ് എ വൈഡ് കവറേജ്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ജനറലി കവേർഡ് ബൈ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആർ: ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ കൺട്രോൾ, ജനറൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയും. അതായത് ഇറ്റ് റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ ദി അക്കൗണ്ടിങ് സിസ്റ്റം, അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ടിങ് മെഷീൻസ്. അതായത് ഇവിടെ വരുന്നത് ഏതാണെന്ന് പറയുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് എ പ്രോപ്പർ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ആഡിക്വേറ്റ് സൂപ്പർവിഷൻ, recording and duplicating systems, good efficient staff and maintenance of staff relationship. അതായത് an adequate system of flow of information to the management should be developed through returns and statements submitted by the supervising staff എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ ഫിനാൻഷ്യൽ കൺട്രോൾ വരുന്നുണ്ട്. അനദർ ഏരിയ കവേർഡ് ബൈ എൻ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇസ് കൺട്രോൾ ഓവർ trading transactions. Trading transactions എന്ന് പറഞ്ഞാൽ these pertain to the purchases, sales, etc. In purchases, effective procedures should be laid down for the acquisition and handling of goods and for accounting technique adopted for such goods. So a good system of procedures should be devised for authorization, recording, handling and accounting of ഗുഡ്സ് സോൾഡ്. സോ ഈ കൺട്രോൾ ഓവർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയുള്ളൂ? ഇറ്റ് റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ ബോത്ത് purchase and sale transactions. So it covers both physical and clerical aspects of purchase and sale of
goods. And another area is control over cash transactions അല്ലെങ്കിൽ cash control എന്ന് പറയാം. So it pertains, it includes certain important aspects of control for receipts, payments and balance held. So there may be internal audit staff who are responsible to exercise checks at regular and irregular intervals. So due safeguard should be exercised to avoid misappropriation of cash. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ക്യാഷ് കൺട്രോൾ ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ റെസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ് ആൻഡ് ബാലൻസ് ഓഫ് ക്യാഷ്. ഇറ്റ് ഷുഡ് എയിം അറ്റ് അവോയ്ഡിങ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. ആൻഡ് അനദർ ഏരിയ under internal control system is control over remuneration to employees. അപ്പോൾ റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ് എന്ന് പറയുമ്പം ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം മസ്റ്റ് കവർ ഓൾ സെക്ഷൻസ് ഓഫ് എംപ്ലോയീസ് റെമ്യൂണറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഫോർ റെമ്യൂണറേഷൻ. അതായത് ദിയർ പ്രിപ്പറേഷൻ ആൻഡ് ദിയർ മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഷുഡ് ബി ബ്രോട്ട് അണ്ടർ ടൈറ്റ് കൺട്രോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ, എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. അതേമാതിരി റെക്കോർഡ്സ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ ഫോർ മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ്, റേറ്റ് ഓഫ് പേ ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് വേജസ്. ദെൻ അനദർ ഏരിയ ഇസ് കൺട്രോൾ ഓവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആ എക്സ്പെൻഡിച്ചർ ഇസ് ഇൻകേർഡ് അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം ബട്ട് ഇറ്റ്സ് ബെനിഫിറ്റ് അക്രൂ ഓവർ ദ ഇയേഴ്സ്. കുറേ കാലത്തേക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്താൽ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ആ പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ വരുന്നത് ഒരു ടൈമിലായിരിക്കും, പക്ഷേ അതിൻ്റെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓവർ ദ ഇയേഴ്സാണ്. സോ കൺട്രോൾ ഓവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫിക്സഡ് അസറ്റ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ സ്ട്രിക്റ്റ് ചെക്ക് ആൻഡ് സൂപ്പർവിഷൻ എന്നാണ് പറയുന്നത്. റൈറ്റ് ഫ്രം സാങ്ഷനിങ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ഇറ്റ്സ് യൂസ് ദ അതോറിറ്റി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് so that any sort of misappropriation by officials of the organization can be reduced to minimum. അതേപോലെ തന്നെ പ്രോപ്പർ സേഫ് ഗാർഡ് ഷുഡ് ബി എക്സസൈസ്ഡ് അറ്റ് ഓൾ സ്റ്റേജസ് എന്നാണ് പറയുന്നത്. അതായത് ഫണ്ട് സാങ്ഷൻ ആവുന്നത് മുതൽ അതിൻ്റെ എന്താ പറയുക, സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്സ് വരെ ഇതിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ. സോ ഇറ്റ് റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ് ബൈ റെസ്പോൺസിബിൾ പേഴ്സൺസ്. And last one, control over investments. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പം ദീസ് കവർ സച്ച് മെഷേഴ്സ് ആസ് ഓതറൈസേഷൻ, റെക്കോർഡിംഗ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡിംഗ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷുഡ് ബി ഹെൽഡ് ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ. അതായത് ദീസ് റിക്വയേഴ്സ് റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ടു എൻഫോഴ്സ് റിജിഡ്ലി ദ പ്രൊസീജിയർ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അതായത് കൺട്രോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, കൺട്രോൾ ഓവർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ കൺസേൺ ബോത്ത് ഇൻ ഫിസിക്കൽ അസറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്. Proper consideration should be given to safety, liquidity and profitability of investment. കണ്ട അതിലും ഇതിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. വളരെ കൃത്യമായി നോക്കി പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി എല്ലാം നോക്കിയും കണ്ടും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺട്രോൾ എക്സസൈസ്. സോ ഇൻറ്റേർണൽ, സോ ദീസ് ആർ ദ ഏരിയാസ് ജനറലി കവേർഡ് ബൈ എനി ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ക്ലിയർ ആണോ സ്കോപ്പ്? നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അല്ലെങ്കിൽ നീഡ് ഫോർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ കൺട്രോൾ ഇസ് എക്സസൈസ്ഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺട്രോളിങ് ഫങ്ഷൻ? ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ടു സീ ദാറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് ആർ അച്ചീവ്ഡ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ ലേ ഡൗൺ ബൈ ദി മാനേജ്മെൻറ്റ്. Okay, but internal control system is used by the management to coordinate and control the business operations and work of employees. So the important objectives of internal control system are എന്തൊക്കെയാണ്? ഇങ്ങനെ internal control exercise ചെയ്യുന്നത് കൊണ്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. അതായത് മാനേജീരിയൽ എഫിഷ്യൻസി ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് ഗുഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. സോ ഇറ്റ് ഹെൽപ്സ് ടു ഓർഗനൈസ് ഫങ്ഷൻസ് എഫിഷ്യൻ്റ്ലി ആൻഡ് അച്ചീവ് ബെറ്റർ കോർഡിനേഷൻ among
എംപ്ലോയീസ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒബ്ജക്റ്റീവ്സ് നോക്കുന്ന സമയത്ത് ഓഡിറ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ്, ഫ്രം ദ ക്ലയൻറ്റ്സ് പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ്, ആ രണ്ട് രീതിയിലും ശരിക്കും പറയണം. അപ്പോൾ ഓഡിറ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഓഡിറ്റർ ടു ഇവാലുവേറ്റ് ദ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, അതായത് ടു ഒബ്റ്റെയിൻ ആൻ ആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതായത് ഓഡിറ്റർ ഹാസ് ടു ഡിറ്റർമിൻ വെദർ ഓഡിറ്റ് ഇസ് പോസിബിൾ ഓർ നോട്ട്, അതായത് എഫക്റ്റീവ് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഓഡിറ്റ് വേണോ ഏത് രീതിയിൽ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. നേരെ മറിച്ച് ക്ലയൻറ്റ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടു റൺ ബിസിനസ് ഇഫക്റ്റീവ്ലി, ദെൻ സേഫ് ഗാർഡ് ദ ബിസിനസ് അസറ്റ്സ് ആൻഡ് മിനിമൈസ് ദ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് ആൻഡ് ഫോക്കസ് ഓൺ പെർഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് ഗുഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്നാണ് പറയുന്നത്. ദെൻ അഡ്ഹറൻസ് ടു പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് മാനേജ്മെൻറ്റ് എന്താക്കി വെച്ചിട്ടുണ്ടാവും, മാനേജ്മെൻറ്റ് ലേസ് ഡൗൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓർഡർലി കണ്ടക്ട് ഓഫ് ബിസിനസ്. ദീസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ അഡ്ഹേർഡ് ടു അണ്ടർ എ ഗുഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അപ്പം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്സാണ് പറയുന്നത്. ദീസ് ആർ ദർ ആർ ചാൻസസ് ഓഫ് മിസ്യൂസ് അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്സ് ബൈ എംപ്ലോയീസ്. അപ്പോൾ ഒരു കറക്റ്റ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു സേഫ് ഗാർഡ് ദി അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ഫ്രം സച്ച് ലോസസ്. ദെൻ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെൻറ്റ്സ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നാണ് പറയുന്നത്. ദെയർഫോർ ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിൽ ബി മോർ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. അതായത് മാനേജ്മെൻറ്റ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ദീസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫോർ വേരിയസ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, അതായത് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് മേ ബി ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ടേക്കൺ അണ്ടർ ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്, അതായത് ചില ഇതിൽ അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇസ് ഓൾസോ നെസസറി ഫോർ കംപ്ലൈങ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. അതായത് കമ്പനീസ് ആക്ട് 1956 പറയുന്നുണ്ട് ഇറ്റ് റിക്വയേഴ്സ് മെയിൻ്റെനൻസ് ഓഫ് സർട്ടൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ കമ്പനി. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടു ബി ഡ്രോൺ അപ്പ് ഇൻ സ്പെസിഫൈഡ് ഫോംസ് വിത്ത് സ്പെസിഫൈഡ് കണ്ടൻസ്. അപ്പോൾ ഓൺലി ആൻ എഫിഷ്യൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ക്യാൻ അഡ്ഹർ ടു ദീസ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഒക്കെ നടപ്പിലാക്കും. ഓക്കെ, ദെൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ക്യാൻ പ്രൊവൈഡ് quick and timely information to management for decision making. So thus it enhances the efficiency of MIS within the organization. Okay, so these are the objectives അല്ലെങ്കിൽ need of an internal control system. So next we can see what are the different types of internal control. അതായത് എ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ വർക്ക്സ് ത്രൂ എ മെക്കാനിസം ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ കൺട്രോൾ മെഷേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ മെഷേഴ്സ് മേ ബി ക്ലാസിഫൈഡ് അണ്ടർ 4 ഹെഡ്സ്. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ കൺട്രോൾ, അക്കൗണ്ടിങ് സിസ്റ്റം, ഓർഗനൈസേഷണൽ പ്ലാൻ, ഫിസിക്കൽ കൺട്രോൾ. ഈ 4 ഏരിയയിലാണ് ഏത് ഒരു എന്താ പറയുക സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ കൺട്രോളാണ്. ഫിനാൻഷ്യൽ കൺട്രോളിൽ ഇറ്റ് മെയിൻലി ഫോക്കസസ് ഓൺ കൺട്രോൾ ഓവർ ക്യാഷ് ഫ്ലോസ്. അതായത് ക്യാഷ് ഫ്ലോ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ഫ്ലോസ് ഇൻഫ്ലോസ് ഒക്കെ എന്താ ആക്സിലറേറ്റ് ചെയ്യുക, ഔട്ട് ഫ്ലോസ് ഒക്കെ എത്ര കണ്ട് ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്തും കൊണ്ട് വി ക്യാൻ മാനേജ് ക്യാഷ് ഫ്ലോസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സോ ഫിനാൻഷ്യൽ കൺട്രോൾ ടെക്നിക്സ് ഇൻക്ലൂഡിങ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്, then standard costing, variance analysis, control on wastages, etc. These are the financial control techniques used in a business. Okay. പിന്നെ വരുന്നത് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വരുന്ന ഒരു കൺട്രോളാണ്. അതായത് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ദ ഹോൾ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ആൻഡ് ഫൈനലൈസിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ബൈ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്.
ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വിത്ത് റിഗാർഡ് ടു അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രോപ്പർ ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്, ദെൻ പ്രോസസ്സിംഗ് ഓഫ് ദീസ് ട്രാൻസാക്ഷൻസ് അക്കോർഡിംഗ് ടു ഗ്യാപ്പ്. അതായത് ട്രാൻസാക്ഷൻസ് ഓതറൈസ് ചെയ്യുക, അത് കൃത്യമായിട്ട് എന്താ പറയുക ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുക. Then finalize these accounts by preparing profit and loss account and balance sheet. And last one, safeguarding the assets by periodical verification with accounting records. ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് എന്താക്കാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വരുന്ന കൺട്രോളാണ് തേർഡ് ടൈപ്പ് ഓഫ് കൺട്രോൾ ഇസ് ഓർഗനൈസേഷണൽ കൺട്രോൾ. അതായത് ഓർഗനൈസേഷണൽ കൺട്രോളിലല്ല, ഓർഗനൈസേഷണൽ പ്ലാൻ. അതായത് ഓർഗനൈസേഷണൽ പ്ലാൻ ഓഫ് എ ബിസിനസ് ഇൻക്ലൂഡ് the division of functions and assignment of responsibilities to each person in the organization. അതായത് വർക്ക് ഷുഡ് ബി അസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നോ എംപ്ലോയി ഷുഡ് ബി ഗിവൺ കംപ്ലീറ്റ് അതോറിറ്റി ടു ഡീൽ വിത്ത് എ പെർട്ടിക്കുലർ ജോബ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. അതായത് ഒരു ജോബ് തുടക്കം മുതൽ അവസാനം വരെ ഒരാളെ ഏൽപ്പിക്കരുത്. അതിന് പകരമായിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് പോകണം എന്നുള്ളത്. അതായത് ദ വർക്ക് ഓഫ് വൺ എംപ്ലോയി ഷുഡ് ബി ഓട്ടോമാറ്റിക്കലി കൗണ്ടർ ചെക്ക് ബൈ ദ വർക്ക് ഓഫ് അനദർ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു ഇൻബിൽറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു ഫെസിലിറ്റേറ്റ് ക്രോസ് ചെക്കിംഗ് ഓഫ് വർക്ക് ഓഫ് ഓൾ എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഈസിലി, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ക്യാൻ ഈസിലി ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, and they can make measures for their rectification. So a good system of organizational plan facilitates fixation of responsibilities among employees for any failures or omission. Then last one, physical control ആണ് പറയുന്നത്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ ഇസ് ഫിസിക്കൽ കൺട്രോൾ. അപ്പോൾ ഈ ഫിസിക്കൽ കൺട്രോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ കൺട്രോൾ ഓൺ അസെറ്റ്സ്, സ്റ്റോക്ക് ആൻഡ് ക്യാഷ്. അതായത് അസെറ്റ്സ് മേ ബി പ്രൊട്ടക്റ്റഡ് ബൈ എൻഗേജിങ് സെക്യൂരിറ്റി പേഴ്സണൽ, ഇൻസ്റ്റാളിംഗ് ഫയർ ഫൈറ്റിംഗ് ഡിവൈസസ്, റെസ്ട്രിക്റ്റിംഗ് ആക്സസ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി, എക്സെട്ര. അപ്പോൾ അസെറ്റ്സ് ഇപ്പം എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങളാണ്, ഒരു സെക്യൂരിറ്റീനെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചും കൊണ്ടൊക്കെ അസെറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യുക. ഈ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ക്യാഷ് മേ ബി മെയ്ഡ് ബൈ കീപ്പിംഗ് ക്യാഷ് ഇൻ അയൺ ബോക്സ്, അല്ലെങ്കിൽ ക്യാഷ് ഡീലിങ്സ് ഇൻ എൻക്ലോസ്ഡ് കൗണ്ടേഴ്സ്, ദെൻ സേഫ് കീപ്പിംഗ് ഓഫ് ക്യാഷ് രജിസ്റ്റേഴ്സ്, എക്സെട്ര. പിന്നെ വരുന്നത് മെറ്റീരിയൽ കൺട്രോളാണ്. അതായത് ഫിസിക്കൽ കൺട്രോൾസ് ഓൺ മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോഴ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മെറ്റീരിയൽ കൺട്രോളിന് എന്ത് ചെയ്യണം? ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ഷുഡ് ബി അലൗഡ് എൻട്രി ഇൻ ടു വെയർ ഹൗസസ് ആൻഡ് സ്റ്റോഴ്സ്. അപ്പോൾ അവിടെയും ഒരു കളത്ര നടക്കില്ല. പിന്നെ സ്റ്റോഴ്സ് ലെഡ്ജേഴ്സ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. അതേപോലെ മെറ്റീരിയൽസ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ്. സ്റ്റോക്സ് ആർ ഓൾസോ വെരിഫൈഡ് പീരിയോഡിക്കലി ത്രൂ ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതായത് ഏതൊക്കെയാണ് വരുന്നത്? ഫിനാൻഷ്യൽ കൺട്രോൾ നടത്തുക, അക്കൗണ്ടിങ് സിസ്റ്റം, ദെൻ ഓർഗനൈസേഷണൽ പ്ലാൻ ആൻഡ് ഫിസിക്കൽ കൺട്രോൾ. Then next we can see what are the advantages of internal control. അപ്പോൾ ഇങ്ങനെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഫിഷ്യൻറ്റ് കോണ്ടക്റ്റ് ഓഫ് ബിസിനസ്. അതായത് അണ്ടർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് സെറ്റ് ഔട്ട് ബൈ ദി മാനേജ്മെൻറ്റ് ആർ അഡ്ഹേർഡ് ടു. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കപ്പെടും. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ആൻഡ് ഓർഡർലി കണ്ടക്ട് ഓഫ് ദി ബിസിനസ്. Then another advantage is reliability of accounts. അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കറക്റ്റ് ആയിരിക്കും എല്ലാ ബുക്ക് കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ. സോ ദ അക്കൗണ്ടിങ് സിസ്റ്റം അണ്ടർ ഇൻറ്റേർണൽ കൺട്രോൾ റെഡ്യൂസസ് ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. സോ ദിസ് എൻഷുവേഴ്സ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. Then another advantage is detection and prevention of frauds. അതായത് the duties of employees are distributed in such a manner that there is no scope for manipulation of fraud unless there is collusion between employees. അപ്പം അവർ ഒത്തു കളിച്ചിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ എംപ്ലോയീസ് ഒത്തു കളിച്ച് എന്തെങ്കിലും കള്ളത്തരം ചെയ്തെങ്കിലേ ഉള്ളൂ, അല്ലാതെ അവിടെ എന്തില്ല എന്നാണ് പറയുന്നത്. there is no chances of errors and frauds. Then protection of asset. Internal control system അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ്. എന്താണ്? സേഫ് ഗാർഡ് അസെറ്റ്സ് അഗെയിൻസ്റ്റ് മിസ്യൂസ്, തെഫ്റ്റ് ഓർ അതർ ടൈപ്സ് ഓഫ് ഡാമേജസ്.
Another advantage is compliance with statutory requirements. അതായത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം കംപ്ലൈ ചെയ്യാൻ പറ്റും. സോ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് റിഗാർഡിംഗ് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്, ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ആൻഡ് റിപ്പോർട്ട്സ് ആർ complied with under a system of internal control. Then another advantage is interim reports. അതായത് കൃത്യമായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ട് ഇറ്റ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ബൈ പ്രൊവൈഡിങ് ദ റൈറ്റ് ഇൻഫർമേഷൻ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. സോ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ ടൈംലി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ഇറ്റ് റെഡ്യൂസസ് ദ വർക്ക് ഓഫ് ദി ഓഡിറ്റർ. അതാണ് ഏറ്റവും വലിയ ഗുണം. അതായത് വർക്ക് ഓഫ് ദി ഓഡിറ്റർ ഇസ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ് ഇഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇസ് എഫിഷ്യൻറ്റ് ആൻഡ് ഡിപ്പെൻഡബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ. അതായത് ഓഡിറ്റർ എന്താക്കിയിരിക്കണം എന്ന് പറയുന്നത്, ഓഡിറ്റർ മസ്റ്റ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് റിഗാർഡിംഗ് ദ ഡെപ്ത് ആൻഡ് ആഡിക്വസി ഓഫ് internal control system before commencing its audit work. So generally internal control system depends on the nature and size of the business and policies of the management. അതായത് system may be efficient in certain report but it may be poor or inadequate in others. So therefore a review of internal control system in detail is necessary. അതായത് ഓഡിറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഉറപ്പ് വരുത്തേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതായത് ഓഡിറ്റർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ ബിസിനസ് ഓഫ് ദ ക്ലയൻറ്റ്, ഇറ്റ്സ് ഓർഗനൈസേഷൻ, സ്ട്രക്ചർ ആൻഡ് ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ്. സോ ഹി ഷുഡ് ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വിത്ത് റിഗാർഡ് ടു അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ പെർട്ടിക്കുലർ. അതായത് മൊത്തമായിട്ട് നോക്കണം, പ്രത്യേകിച്ചിട്ട് കൃത്യമായിട്ട് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ആക്യുറസി, കൃത്യത ഉറപ്പ് വരുത്തേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. സോ എഫിഷ്യൻസി ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ഓഡിറ്റർ ബൈ എക്സാമിനിങ് പോളിസി മാനുവൽസ്, ഓർഗനൈസേഷൻ ചാർട്ട്, ജോബ് ഡിസ്ക്രിപ്ഷൻ, വർക്ക് ഫ്ലോ എക്സെട്ര. ഇടയ്ക്ക് വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഹി മസ്റ്റ് ഡു സം ടെസ്റ്റ് ചെക്സ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ റെപ്രസെൻറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് ടു എൻഷുവർ ദ ആഡിക്വസി ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ടെസ്റ്റ് ചെക്കിങ് എന്താണെന്ന് ഇന്നലെ പറഞ്ഞു തന്നതാണ്. അതായത് മൊത്തമായി ചെക്ക് ചെയ്യാണ്ട് ഒന്ന് റാൻഡംലി സെലക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക, അതിൻ്റെ എത്രത്തോളം കൃത്യത ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ദ വർക്ക് ഓഫ് ഓഡിറ്റർ, ഒരു നല്ലൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ, എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ ദ വർക്ക് ഓഫ് എൻ ഓഡിറ്റർ വിൽ ബി ഈസിയർ എന്നാണ് പറയുന്നത്. അതായത് ദ ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് വിൽ ബി ഗ്രേറ്റർ ഇഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇസ് reliable and efficient. But the auditor should not place overconfidence in the system and act negligently in his duties. അതായത് അത്രയും നല്ല ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആണല്ലോ വിചാരിച്ച് ഓഡിറ്റർ എല്ലാം കണ്ണടച്ച് ടിക്കിട്ട് പോകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഇറ്റ് ക്യാൻ ഓൺലി അസിസ്റ്റ് ദ ഓഡിറ്റർ ഇൻ ഹിസ് വർക്ക് and may make suggestions to management regarding the weaknesses of internal control system and measures to improve its efficiency. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഫ്ലോ ചാർട്ട് പറയുന്നുണ്ട് നിങ്ങൾ ടെക്സ്റ്റിൽ. എന്താ ഫ്ലോ ചാർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഈ ഫ്ലോ ചാർട്ടിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇറ്റ് ക്ലിയർലി ഷോസ് ദ വേരിയസ് ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിംബൽസ്. അതായത് ഫ്ലോ ചാർട്ട് എന്താ നിങ്ങൾക്കറിയാം. അപ്പോൾ ഫ്ലോ ചാർട്ട് ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഫ്ലോ ചാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. This helps the auditor to understand clearly the nature of internal control system prevailing in the organization. അതായത് ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ വേരിയസ് ഓപ്പറേഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഓർഗനൈസേഷൻ, ദിയർ സീക്വൻസ്, അതേപോലെ വേരിയസ് ഡോക്യുമെൻറ്റ്സ് യൂസ്ഡ് എക്സെട്ര. ആൻഡ് it enables the auditor to find out the deficiencies, if any, in the system. Okay, thank you.